ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തവർ വേഗം പോയി കാണണേ. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് കയറുന്ന വഴിയാണിത്. ഇത് കുറച്ച് നടന്നാൽ അവിടെ എത്തും. അപ്പോൾ ഞങ്ങളിത് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പം അവിടെയുള്ള അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടം വരെയുള്ള വീഡിയോ എടുത്തു. പിന്നെ അവിടെ കാണുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾക്ക് കയറാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പം എനിക്ക് ഷാനുവിനും വിൻഡോ സീറ്റ് അല്ലായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പം ഞങ്ങൾ എടുത്തിരുന്ന കാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ വേഗം നീങ്ങി തന്നു. എനിക്കും ഷാനുവിനും കിട്ടിയിട്ടോ. ഷാനും ഉമ്മിയും ഒരു സീറ്റിലായിരുന്നു, ഞാനും ഉമ്മമ്മയും ഒരു സീറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വിൻഡോ സീറ്റിൻ്റെ എടുത്തിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നു. അപ്പം നല്ല വ്യൂ ആട്ടോ അവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറത്തുള്ള മേഘങ്ങളും മറ്റ് വ്യൂകളൊക്കെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ. ലാൻഡിങ്ങിൻ്റെ മുമ്പുള്ള വീഡിയോ ആണ് ഞങ്ങൾ എടുത്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് കയറുമ്പോൾ ഇത് പൊന്തുമ്പോൾ എന്തോ ആവുമോ, അത് ഇറങ്ങുമ്പോൾ എന്തോ ആവുമോ എന്നൊക്കെ. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ. നല്ല കൂളായിരുന്നു. എനിക്ക് പറഞ്ഞ പോലെ ഒരു പേടിയും ഇല്ലായിരുന്നു. പക്ഷെ ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് ചെവി വേദന ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലാൻഡ് ചെയ്യാണ്. എനിക്കും ഉമ്മമ്മക്കും പപ്പക്കും ഒക്കെ ചെവി നല്ല വേദന ആയിട്ടുണ്ട്. പക്ഷെ സഹിക്കാൻ പറ്റുന്ന വേദനയുള്ളായിരുന്നു. ഇപ്പം ഞങ്ങളിത് ഇറങ്ങുകയാണ് ഫ്ലൈറ്റിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. 4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങിട്ടോ. രാവിലെ ഒന്നും ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലും ഫുഡില്ലായിരുന്നു കേട്ടോ. എൻ്റെ മൂക്കൊക്കെ അടിഞ്ഞിരുന്നു, നല്ല ജലദോഷം പിടിച്ചിരുന്നു കേട്ടോ. AC-യിലായിരുന്നു ഫുൾ. ഇപ്പം എസ്കുലേറ്ററിൽ കയറുകയാണ്. എനിക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കയറി നിന്നപ്പം വലിയ പേടി, ആദ്യം പൊന്തുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ വട്ടം കയറി ഇറങ്ങി. മുന്നിൽ കയറി ബാക്കിയുള്ളവരെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാലും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കുറേ ചെക്കിംഗ് ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങളെ ബോഡി പാസ്സൊക്കെ കുറേ സ്ഥലത്ത് കൊടുത്തു. പിന്നെ ബോഡി ചെക്ക് ചെയ്ത ടൈമിന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് അവർ കൈ വെക്കാൻ പറഞ്ഞു. ഞാൻ കൈ പൊക്കി. ഒരു ടോക്ക് പോലത്തെ ഒരു സാധനത്തിനെ കൊണ്ട് ഫുള്ള് മേലൊന്ന് നോക്കി അപ്പോൾ അവർ പോയിക്കോളാൻ പറഞ്ഞിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിട്ടോ. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ ചെവിയൊക്കെ വേദന, ഇപ്പോഴും എനിക്ക് വേദന ഉണ്ട്, മാറിയില്ല. ഫ്രണ്ട്സ്, വിശന്ന് കുടൽ കരിയുന്നുണ്ട്. ഞങ്ങൾക്ക് രാവിലെ ആയതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫ്ലൈറ്റിലാണെങ്കിൽ നല്ല വില ആണ് ഫുഡിന്. ഒരു കോഫിക്ക് തന്നെ 200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഫുഡിനൊക്കെ എത്ര പൈസ ആവും ഗൈസ്. അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങി കഴിച്ചില്ല. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം, അതാണ് കേട്ടോ ഞങ്ങൾ ഒരേ ഒരു ലക്ഷ്യം. ഫ്രണ്ട്സ്, ഈ ഒരു ഖത്തർ ട്രിപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് കേട്ടോ. മമ്മിയും പപ്പയും പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഓല് പോകുന്നതുകൊണ്ട് തന്നെ പൊന്നിപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങളോട് കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ എടുത്തു വെച്ച്, കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി എടുത്തു വെച്ചു. പിന്നെ എനിക്ക് ടെൻഷൻ ഉള്ളതെന്ന് വെച്ചാൽ മദ്രസ് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഉസ്താദ്മാരും ടീച്ചേഴ്സ് ലീവ് തരുമെന്നായിരുന്നു. പിന്നെ ഞാൻ പൊതുപരീക്ഷ ക്ലാസ് കൂടിയാണ്. മദ്രസിൽ 5ാം ക്ലാസ്സിലാണല്ലോ, സ്കൂളിലും. അപ്പോൾ ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചറും ഉസ്താദൊക്കെ ലീവ് തന്നു 1 മാസത്തേക്ക്. ഈ ഒരു ട്രിപ്പിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അത് നടന്നാൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നില്ല, ഉറപ്പില്ല കേട്ടോ ഗായ്സ്. ഈ ഒരു ചെക്കിങ് എന്ന് വെച്ചാൽ വലിയവർക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ഫോട്ടോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ലഗേജ് എടുക്കാൻ പോകുന്നത്. ലഗേജ് എടുക്കാനുള്ള സ്ഥലത്ത് എത്തി. ഷാനുദാ ഞങ്ങളെ ലഗേജൊക്കെ ഓരോന്ന് തൊട്ട് ഇത് ഞങ്ങൾതാന്ന് പറഞ്ഞ് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നല്ല കനമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ ലഗേജ് ചുറ്റി കറങ്ങി വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ലഗേജൊക്കെ ഞങ്ങൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ലഗേജൊക്കെ കിട്ടിയിട്ടോ. ഗായ്സ്, ഞങ്ങളിപ്പോൾ ഖത്തറിലെത്തി. ഞങ്ങളെ ലഗേജൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇനി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയിട്ട് കാണാം.
ഇതാ ഞങ്ങൾ ലഗേജൊക്കെ ട്രോളിയിൽ കയറ്റി ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. ആരൊക്കെ ഞങ്ങളെ കൂട്ടാൻ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയൂല, പൊന്നിപ്പം ഉണ്ടാവുമെന്ന് അറിയൂല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പൊന്നിപ്പം എത്തിയിട്ടില്ല കേട്ടോ. വാക്കാക്കയും ഫാസിൽ കാക്കയും ഇയാബ് കാക്കയും ഒക്കെ ആണ് വന്നത്. പൊന്നിപ്പക്ക് അപ്പോഴേക്കും ഒരു കോള് വന്ന് പൊന്നിപ്പ പോയി. അങ്ങനെ ഇതാ ഓലൊക്കെ ഞങ്ങൾ കൂട്ടാൻ വന്ന് ഞങ്ങളിതാ കാറിലേക്ക് കയറാൻ പോവാണ്. ഒരു കാറ് പോരെ, 2 വണ്ടി വേണം. ഫ്രണ്ട്സ് വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളതാ വണ്ടിയിൽ കയറി റൂമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. വാക്കാക്ക വന്നിട്ടുണ്ട്, പൊന്നുപ്പ വരികയുള്ളൂ. പിന്നെ ഫാസിൽ കാക്കയും ഇയാബുക്കാക്കയും ഉണ്ട്. ഇവരൊക്കെ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ട് പൊന്നുപ്പ വരുമെന്നാണ് തോന്നുന്നത്. ഗൈസ് നല്ല വ്യൂ ആയിട്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അതാ ഇവിടെ ഇടമാണ് ഞങ്ങളെ വണ്ടി. അപ്പം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോവാം. ഇപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ കാറിൽ കയറ്റാണ് കേട്ടോ. ഈ കാറിൽ കയറ്റാൻ പറ്റുന്ന ലഗേജൊക്കെ ഈ കാറിൽ കയറ്റും. മറ്റൊരു കാർ കൂടി ഉണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള ലഗേജ് അതിലും കയറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിതാ വാക്കാക്കൻ്റെ കാറിലാണ് കേട്ടോ. ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഉമ്മമ്മ പറയായിരുന്നു ഈറ്റാലൊരു വണ്ടി ഞങ്ങൾക്ക് നാട്ടിലേക്കും വേണമെന്ന്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ, എന്ത് രസമാണ്. ഇവിടെ തണുപ്പാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ചൂടാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല. നല്ല ഭംഗിയാണ്. കാണാത്ത സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ഭംഗിയാണ് ഗൈസ്. ഞാൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. കാണാത്ത മരങ്ങളും പൂക്കളും ഒക്കെ ഞങ്ങൾ കണ്ടു. അത് പാർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. കാറ് നിർത്തി വെക്കുന്നത് അതൊരു കുട പോലാണ്. അതിൻ്റെ അടിയിലാണ് കാറ്. ഇത് ഇവിടുത്തെ ഒരു കടലാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനും. അപ്പോൾ അതാ ഞാനും ഷാനും ഒക്കെ ഈ വണ്ടിയിലാണ്. കുറേ ആൾക്കാർ ഇനിയും ഉണ്ട് ഞങ്ങൾ ഈ വണ്ടിയിൽ. ബാക്കിയുള്ളവർ നൈഷും ഒക്കെ മറ്റേ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ റൂമിലെത്താനായിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൂമിലെത്തിട്ടോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ കയറി എല്ലാ റൂമിലും നോക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുമായിരുന്നു. അങ്ങനെ ഇതാ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം. ബൈ ബൈ.